ഹലോ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERPയിൽ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കിൻ്റെ എൻട്രി കൊടുക്കുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ പോകാം. ട്രാൻസാക്ഷൻസിൽ നമുക്ക് വൗച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വൗച്ചേഴ്സിൽ പോയിട്ടുണ്ടെങ്കിൽ PDC എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള PDCൻ്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് പെൻഡിങ്ങിലാണോ കിടക്കുന്നത്, ബൗൺസ് ആയതാണോ, നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ പെൻഡിങ് PDC എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി സബ്മിറ്റ് ചെയ്യാൻ കിടക്കുന്ന പെൻഡിങ് ആയിട്ടുള്ള കിടക്കുന്ന PDC നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബൗൺസ് ചെയ്താണെങ്കിൽ ബൗൺസ് എന്നുള്ള കൊടുക്കാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്കിവിടെ നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ന്യൂ എന്നുള്ള ഓപ്ഷനിൽ പോവുക. അതിനുശേഷം ഇവിടെ ഡേറ്റ് കൊടുക്കുക, ടൈപ്പ് പേയ്മെൻ്റ് ആണോ റെസിപ്റ്റ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്യുക. ഇനി നമ്മളിവിടെ ഡെബിറ്റിൽ നമ്മുടെ ലെഡ്ജർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ച ലെഡ്ജർ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പുതിയൊരു ലെഡ്ജർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിനുശേഷം നറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ചെക്ക് നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ചെക്കിൻ്റെ ഇഷ്യൂ ഡേറ്റ് എന്താണോ അതും ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ചെക്കിൻ്റെ എമൗണ്ട് എത്രയാണോ അതും കൂടി ഒന്ന് ഇവിടെ കൊടുക്കുക. ഇനി ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. പിന്നെ നമുക്ക് ചെക്കിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ഒന്ന് സബ്മിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കാണാം ഈ ഒരു PDC കൂടി നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ വരുന്നത് പെൻഡിങ് ആണ്. പിന്നെ നമ്മൾ പെൻഡിങ് PDCയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതും കൂടി ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുക, ബൗൺസ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. സോ ഇത്രയാണ് നമുക്ക് PDCൻ്റെ കാര്യം വരുമ്പോൾ പറയാനുള്ളത്.